അടുത്തതായി ആശംസാ പ്രസംഗത്തിന് ടൗൺ പ്ലാനിംഗ് ഓഫീസറായ ശ്രീമതി പുഷ്കല വി മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഒരു തെറ്റ് തിരുത്തട്ടെ. ഞാൻ ടൗൺ പ്ലാനിംഗ് ഓഫീസർ അല്ല, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. വേദിയിലെ ആദരണീയരായിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, സദസ്സിലെ ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പ്രിയ രക്ഷിതാക്കളെ, സ്നേഹിതരെ, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. സത്യത്തിൽ ഞാനിവിടെ രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഡോക്ടർ സനൽ സാറിന് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാവാൻ എന്നെ ക്ഷണിച്ചതിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒപ്പം സനൽ സാറിനെ പരിചയപ്പെടുത്താൻ എന്നെ സഹായിച്ചത് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ മുൻ ടൗൺ പ്ലാനറായിരുന്ന ശ്രീ ദീപ മാഡം, ഒപ്പം സാറിനെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ടൗൺ പ്ലാനറായിട്ടുള്ള ശരത് സാർ, അവരെ ഞാൻ ഈ വേദിയിൽ സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ്. അവരില്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ ഞാൻ സാറിനെ അറിയില്ലായിരുന്നു. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളൊക്കെ മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ സനൽ സാർ. അത് പറയാൻ കാരണം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, ആർട്ട് ആൻഡ് ഹെറിറ്റേജിൻ്റെ ഒരു പ്രോജക്റ്റ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറിനെ പരിചയപ്പെടുന്നതും. ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് സാറ് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ 200 വർഷത്തെ പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങളും സ്പോട്ടുകളുമാണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ സ്റ്റഡി റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിനോടൊപ്പം എൻ്റെ മുൻ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ കുടക്കീഴിലാണ് സത്യത്തിൽ ഞാൻ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാശിലാ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകും തോറും ഒരു കഥ കേൾക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ ത്വരയുള്ള ഒരു കുട്ടിയുടെ മനോഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് ആ ചരിത്രത്തെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറേ പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. ഇപ്പോൾ സാറുടെ ഈ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് അതാണ്. സ്വന്തം നാടിൻ്റെ ചരിത്രം ഏറ്റവും ധൈര്യമായി, ഏറ്റവും സത്യസന്ധമായി അവതരിപ്പിക്കാൻ സാറ് കാണിച്ച സാറുടെ സന്മനസ് ഇന്ന് നമുക്കും ഇനി വരാൻ പോകുന്ന നമ്മുടെ മക്കൾക്കുമൊക്കെ ഈ നാടിന് തന്നെ അത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. അതിന് സാറിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും ഇവരെ എല്ലാവരെയും, മുഹമ്മദ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പരിചയപ്പെടണം. ടി വിയിലും പിന്നെ ന്യൂസിലൊക്കെ ഞാൻ സാറെ അധികം കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ശശികുമാർ സാറെ എനിക്ക് പരിചയമുണ്ട്. ചെറിയ സാഹിത്യ സൃഷ്ടികളൊക്കെ എഴുതുകയും ചർച്ചകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് സാറുടെ സാഹിത്യ സദസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ടുള്ള പരിചയമുണ്ട്. എൻ്റെ അധ്യാപിക ഷൈനി മാഡം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ജെന്നി മാഡത്തിനെയും ഞാൻ ഇതുപോലെ വായനയിലൂടെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. എല്ലാവരെയും കാണാൻ സാധിച്ചത് ഡോക്ടർ സനൽ സാറുടെ ഈ സ്നേഹ ക്ഷണം മൂലമാണ്. അതിന് ഒത്തിരി നന്ദി. ഒരു കാര്യം കൂടെ ഞാൻ മുഹമ്മദ് സാറിൻ്റെയും സനൽ സാറുടെയും ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ നാട് കുത്തനൂരാണ്. കുത്തനൂരിൽ പ്രധാനപ്പെട്ട എല്ലാ പകുതി കേന്ദ്രങ്ങളും നന്നങ്ങാടിയുമായി ബേസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉപ്പുഴ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ രാജൻ സാറുമായി ചേർന്നിട്ട് നമ്മളൊരു എക്സ്കവേഷൻ ചെറിയൊരു രീതിയിൽ ചെയ്തിരുന്നു. അതിൻ്റെ ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അന്ന് രാജൻ സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ പുറകെ കൂടിയിരുന്നു. ഇപ്പോൾ അത് നിന്നിരിക്കുകയാണ്. സാറിൻ്റെ പ്രോജക്റ്റ്, രാജൻ സാറിൻ്റെ ഡെസർട്ടേഷനിൽ അതുണ്ട്. സാറുടെ തീസിസ് അതാണ്, നന്നങ്ങാടിയാണ്, കയറാമ്പാറ മല എന്നാണ് അത്. ഞാൻ സനൽ സാറിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് വരെ നമ്മുടെ ആ പ്രദേശത്ത് എക്സ്കവേഷൻസ് നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ കുട്ടികളും ഞാനൊരു ഹിസ്റ്ററി വിദ്യാർത്ഥിയും കൂടി ആയതുകൊണ്ട് രാജൻ സാറുടെ ഹെൽപ്പോടുകൂടി ഞങ്ങളവിടെ ചെറിയൊരു രീതിയിൽ ഞങ്ങൾ എക്സ്കവേഷൻസ് നടത്തിയപ്പോൾ ഒത്തിരി നന്നങ്ങാടികളും മുനിയറകളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് രാജൻ സാറുടെ കയ്യിലുണ്ട്. കുറച്ച് ഞാൻ സനൽ സാർക്കും ഞാനത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ആ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രവും കൂടെ നമ്മളൊന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ പാലക്കാടിൻ്റെ ചരിത്രം നമുക്ക് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനും അതൊരു ഗുണമാണ്. കാരണം ആ ഒരു പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്ത സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ചരിത്രത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. സാറുടെ ഈ ബുക്കും അതുപോലൊരു വഴികാട്ടിയെ തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചോളൂ. ഇനിയും ഇതുപോലെയുള്ള ചരിത്ര പ്രബന്ധങ്ങൾ സാറിൽ നിന്നും വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം.